ഡൽഹിയിലേക്ക് പോകാം. വിഹാറിലെ നവജാത ശിശു സംരക്ഷണ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 കുഞ്ഞുങ്ങൾക്ക് ദാരുണാന്ത്യം. ഇന്നലെ അർദ്ധരാത്രിയാണ് തീപിടുത്തമുണ്ടായത്. 12 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു. അപകടത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അപലപിച്ചു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ഈ ദിവസം ഉണരുന്നത് അത്യന്തം വേദനയോടുകൂടിയാണ് രാജ്യം. കാരണം കുരുന്നുകളാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾ. അവർ കുട്ടക്കുരുതിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ ദുരന്തം മാറുകയാണ്. 7 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി അധികൃതർ പൂർണ്ണമായും അവിടെ തീ അണയ്ക്കാനും മറ്റ് നടപടികളൊക്കെ നിയന്ത്രിക്കാനും കഴിഞ്ഞുവോ? എന്തൊക്കെ വീഴ്ചകൾ കൂടി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രകടമാകുന്നുണ്ട് അർജുൻ? പ്രജിഷി, അഗ്നിബാധ പൂർണ്ണമായിട്ടും അത് ശമിക്കാനായിട്ട് അല്ലെങ്കിൽ തീ കെടുത്താനായിട്ട് അഗ്നിശമനസേനയ്ക്ക് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. 5 കുട്ടികൾ ഇപ്പോഴും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്, ആശുപത്രിയിൽ തുടരുകയാണ്. ഈ ആശുപത്രി പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. 3 നില കെട്ടിടമാണ്. അതിൽ 3ാമത്തെ നിലയിലാണ് ഈ കുട്ടികൾ ഉണ്ടായിരുന്നത്. അഗ്നിബാധ ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം ഏകോപിച്ചു. പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഒരു ഓക്സിജൻ റീഫില്ലിംഗ് സെന്റർ ആയിട്ട് ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല തവണ അവിടെ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാരും അതുപോലെ തന്നെ അഗ്നിശമന സേനയും പറയുന്നു. അത് ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ, കുറച്ചുകൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഈ അഗ്നിബാധയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രിയായിട്ടുള്ള സൗരഭ് ഭരദ്വാജും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പറയുന്നുണ്ട്. നിലവിൽ വലിയ ഒരു നഗരത്തിൽ ഇത്തരത്തിൽ ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ മാനദണ്ഡങ്ങൾ, ഫയർ സേഫ്റ്റി, അതിൻ്റെ മറ്റ് മാനദണ്ഡങ്ങളൊക്കെ, അതിൻ്റെ ലൈസൻസ് പോലും അങ്ങനെ അനുവദിക്കണമെങ്കിലും അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ, അപ്പോൾ അതൊന്നുമില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമാണ്. അതിൽ ആ വീഴ്ചയിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഇനിയുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ സംബന്ധിച്ച് വലിയ ആശങ്കകൾ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം പ്രകടമായിട്ടുള്ള നിരുത്തരവാദിത്വം കാണാൻ കഴിയുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പല തവണ നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രമടക്കം ഈ ആശുപത്രിക്ക് പരിസരത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്നിട്ടും അതിലൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തായാലും ഈ വലിയ രീതിയിലുള്ള നടപടികൾ, തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അധികൃതരും അതുപോലെ തന്നെ പോലീസും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ അതിന് നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് വലുതായിരുന്നു. 7 കുടുംബങ്ങളുടെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അതല്ലെങ്കിൽ മറ്റ് അധികാരിയുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായ വീഴ്ചയിൽ. മാത്രമല്ല ഈ താഴത്തെ നിലയിൽ, ഈ ആശുപത്രിയുടെ താഴത്തെ നിലയിൽ ഓക്സിജൻ റീഫില്ലിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നു. ആ ഓക്സിജൻ റീഫില്ലിംഗ് സെന്ററിൽ ഇത്തരത്തിൽ പല തവണ പൊട്ടിത്തെറി ഉണ്ടായതടക്കം രക്ഷാപ്രവർത്തനം ഏകോപിക്കുന്നതിൽ ഒരു വൈകൽ അല്ലെങ്കിൽ ഒരു കാലതാമസം അല്ലെങ്കിൽ സമയതാമസം ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ വലിയൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഈ താഴത്തെ നിലയിൽ തന്നെ പല ഓക്സിജൻ സിലിണ്ടറുകൾ അടക്കം ചിന്നി കിടക്കുന്നത് പ്രകടമാണ്. അതൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളടക്കം പറയുന്നുണ്ട് പല തവണ പൊട്ടിത്തെറി ഉണ്ടായി ഈ തീപിടുത്തത്തിന് ശേഷം. രാത്രി 11:30 ഇത്തരത്തിൽ ഈ ഒരു അഗ്നിബാധ ഈ ആശുപത്രിയിൽ ഉണ്ടായത്. 3 നില കെട്ടിടമായിരുന്നു. അതിൻ്റെ 3ാമത്തെ നിലയിലാണ് 12 കുട്ടികൾ ഉണ്ടായിരുന്നത്. താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടറുകളെല്ലാം തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. 5ലധികം തവണ ഇത്തരത്തിൽ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അത് ഈ പരിസരത്തേക്ക് എത്തിയ 9 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ആദ്യത്തെ ഒരു സമയത്ത് ഇവിടേക്ക് എത്തിയത്. അതിൽ ഒരേ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിന് മാത്രമാണ് പ്രവർത്തിക്കാൻ സാധിച്ചത്. കാരണം അവരുടെ പോലും ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് ഈ ഓക്സിജൻ സിലിണ്ടറുകളടക്കം പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. അത് ഈ ഇതിനകത്ത് ആശുപത്രിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ ഒരു വൈകലുണ്ടായി അല്ലെങ്കിൽ
കാലതാമസം എടുത്തു. അതിന് നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 7 കുരുന്നുകളുടെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 6 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഒരു കുട്ടിയെ അല്ലെങ്കിൽ മറ്റ് 6 പേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിൽ ഒരു കുട്ടി വെന്റിലേറ്ററിൽ തുടർന്ന് വരികയായിരുന്നു. ആ കുട്ടിക്ക് കൂടി അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. മറ്റ് 5 പേർ കൂടി ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് അല്ലെങ്കിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. പിന്നാലെ സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവർ ഇവിടേക്ക് വന്ന് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ചകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ജനങ്ങളടക്കം ഇവിടെ ഒരു അത്തരത്തിൽ ഉള്ളേരിയൊന്നുമല്ല, ഒരുപാട് ആൾതാമസമുള്ള ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ പ്രത്യേകിച്ചും ഒരു കുട്ടികളുടെ ചികിത്സയ്ക്കെല്ലാം തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ ഉണ്ടായിരുന്നത്. പലതവണ പോലീസിനടക്കം പരാതി നൽകിയിരുന്നു. എന്നിട്ടും അതിലൊരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ ഇടപെടൽ ഉണ്ടാകാതിരുന്നത് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. നടപടികൾ ഉണ്ടാകും. ഇതിന് കാരണക്കാരെ എല്ലാവരെയും തന്നെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുമെന്നുള്ള കാര്യം മന്ത്രി അടക്കം പറയുന്നു. അർജുൻ, ഏകദേശം എത്ര പേര് അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ആളുകൾ പറയുന്നത്, അഗ്നിശമന സേന പറയുന്നത്? ഇനി എത്ര പേർ? കുഞ്ഞുങ്ങളുടെ കാര്യം വെച്ചാൽ നമുക്കറിയാം, ചെറിയ ക്ഷതമേറ്റാൽ പോലും നവജാത ശിശുക്കളാണ്, അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ ഓരോ മരണവും പെട്ടെന്ന് സംഭവിക്കുന്നു. അതിൻ്റെ ആഴമൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? പരിക്കേറ്റവർക്ക് മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള ക്ഷതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? പ്രതീക്ഷ ആശങ്കയുണ്ട്. ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന 5 കുരുന്നുകളുടെ കാര്യത്തിൽ കൂടി അവരുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കയുണ്ട്. കാരണം അഗ്നിബാധ ഉണ്ടായി, പൊള്ളലേറ്റു. അതുമാത്രമല്ല വലിയ രീതിയിൽ ഈ പുക എല്ലാം തന്നെ ശ്വസിച്ചെടുത്തിട്ടുണ്ട് ഈ കുരുന്നുകൾ. പ്രത്യേകിച്ചും ഇവരെ പുറത്തെടുക്കാൻ ഉണ്ടായ ഒരു കാലതാമസം ഉൾപ്പെടെ വലിയ രീതിയിൽ പുക ശ്വസിച്ചെടുത്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് 12 കുട്ടികൾ, 12 കുരുന്നുകൾ ഉണ്ടായിരുന്നത്. ആ 12 പേരെയും പുറത്തെടുക്കാൻ സാധിച്ചു. പക്ഷേ 6 പേർക്ക് അവിടെ വെച്ച് തന്നെ ജീവൻ നഷ്ടമാകുന്നു. മറ്റ് 6 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ഒരു കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. ആ കുട്ടിക്കും ജീവൻ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ 5 പേരാണ് ഇത്തരത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് പൊള്ളലേറ്റ് ചികിത്സയിൽ തുടരുന്നത്. അവർ ഓരോ മണിക്കൂർ കഴിയുന്തോറും ജീവനോട് അല്ലെങ്കിൽ മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അനാസ്ഥ, ഒരു വീഴ്ചയെ തുടർന്നുകൊണ്ട് ഈ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള മേഖലകളിലേക്കും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു ചില കെട്ടിടങ്ങളിലേക്കും അഗ്നി പടർന്നിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഭാഗികമായി, വലിയ രീതിയിൽ പടർന്നില്ലെങ്കിലും ഭാഗികമായി ഒരു ബാങ്ക് അടക്കം ഇവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് ഈ പ്രദേശത്തേക്ക് എത്താൻ പറ്റി. ഈ അഗ്നി നിയന്ത്രണ വിധേയമാക്കിയത് കൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിലെ അഗ്നിബാധ പൂർണ്ണമായിട്ടും ആ കെട്ടിടങ്ങളെ വിഴുങ്ങിയില്ല, മറിച്ച് ഭാഗികമായി മാത്രമായിരുന്നു ആ കെട്ടിടങ്ങളിലേക്ക് അഗ്നി പടർന്നത്. പക്ഷേ ഈ ആശുപത്രി ഇതാ നോക്കൂ, അത് പൂർണ്ണമായിട്ടും കത്തിപ്പോയിരിക്കുന്നു. ആ ആശുപത്രിയുടെ മൂന്നാമത്തെ നിലയിലായിരുന്നു 12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 12 കുഞ്ഞുങ്ങളിൽ 7 കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നു. അതൊരു വീഴ്ചയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ ഇത്തരത്തിൽ ഈ ഓക്സിജൻ സിലിണ്ടറുകളെല്ലാം തന്നെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണാം നിലത്ത്. ഈ ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഒന്നിന് പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ അഗ്നിബാധയ്ക്ക് പിന്നാലെ തന്നെ. അത് ഇവിടേക്ക് എത്തിയ ഫയർഫോഴ്സിനെയും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ നാട്ടുകാരെയും ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ പോലും ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ച് ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിൽ പോലും അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കുന്നതിൽ പോലും ഒരു വൈകൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഓക്സിജൻ സിലിണ്ടറിനെതിരെ, ഈ ഓക്സിജൻ റീഫില്ലിംഗ് എതിരെയായിരുന്നു, അല്ലെങ്കിൽ അതിന് നടത്തുന്നതിനെതിരെ പരാതി നൽകിയിട്ടും അല്ലെങ്കിൽ പരാതി ഉന്നയിച്ചിട്ടും വേണ്ട വിധത്തിലൊരു നടപടി ഉണ്ടായില്ല. അത് പക്ഷേ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത് 7 കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ടാണ്. അത് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അതിലുണ്ടായ ഒരു വൈകൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പരാതിയൊന്നും പരിശോധിക്കാതിരുന്നത് തന്നെ ഒരു പക്ഷേ വലിയൊരു ദുരന്തത്തിലേക്ക് ഇന്ന് രാവിലെ ഡൽഹിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതായത് 5 തവണയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ തീവ്രമായ പൊട്ടിത്തെറിയായിരുന്നു. അതാണ് ഈ 2 നിലകൾ കൂടി ബാക്കി തീപിടിക്കാൻ കാരണം. അപ്പോഴൊക്കെ ഈ വൈകൽ, അവിടേക്ക് സംവിധാനങ്ങൾ എത്താൻ കഴിയാതെ പോയതുകൂടി ദുരന്തത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചു അല്ലേ അർജുൻ?
പ്രജീഷ്, തീർച്ചയായിട്ടും ഇതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവരുടെ പ്രതികരണം നേരത്തെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സമയം ഇത്തരത്തിൽ അഗ്നിബാധ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ 9 യൂണിറ്റ് അഗ്നിശമന സേന അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിൽ ഒരു യൂണിറ്റിന് മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയെങ്കിലും അല്ലെങ്കിൽ ഈ അഗ്നിബാധ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ നടത്താൻ വേണ്ടി ശ്രമിച്ചത്. ബാക്കിയുള്ളവർക്ക് ഈ പൊട്ടിത്തെറി വലിയൊരു ഭീഷണിയായിരുന്നു. അവരുടെ തന്നെ ജീവൻ പ്രശ്നമാക്കുന്ന രീതിയിൽ ഒരു ഭീഷണിയായി അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. 5 കൂടുതൽ തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കാര്യങ്ങൾ ഏകോപിക്കുന്നത് അല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിൽ വൈകിപ്പിച്ചിട്ടുണ്ട്, ആ ശ്രമം വൈകിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു. 7 കുട്ടികളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് ഈ അഗ്നിബാധ മാറിയിരിക്കുന്നു. അതിന് ഉദ്യോഗസ്ഥരൊക്കെ ഈ സംവിധാനങ്ങളുമായി അറിഞ്ഞൊക്കെ ഉള്ള ആളുകൾ, ഈ അധികൃതർ, ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. ആരോഗ്യ സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ളൊരു പരാതി കൂടി, അത്തരത്തിലൊരു അനാസ്ഥ കൂടി ഉണ്ടായിരുന്നു എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പ്രതികരിച്ച ശേഷം തന്നെയാണ് സൗരഭ് ഭരദ്വാജ് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. അതായത് ആരോഗ്യ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം നൽകാത്തതിൽ അല്ലെങ്കിൽ വിവരം നൽകുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. അതടക്കമാണ് നേരത്തെ സൗരഭ് ഭരദ്വാജ് ഒരു പ്രതികരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതും ഈ അഗ്നിബാധയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ 7 കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നെടുക്കാൻ മാത്രമുണ്ടായ അഗ്നിബാധയ്ക്ക് പിന്നിലുണ്ടായ കാരണക്കാരെ അടക്കം കണ്ടെത്തും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏകോപിപ്പിക്കുകയാണ്, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ 5 കുരുന്നുകളുടെ ജീവൻ അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പറയുന്നു. ഒപ്പം അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലേക്ക് തന്നെയാണ്, ഏറ്റവും ഉന്നത ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്കാണ് ഈ 5 കുട്ടികളെയും മാറ്റിയിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ.